ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നോമ്പ് ശുദ്ധീകരണത്തിന്റെ ആഘോഷമാണ്. വിശുദ്ധിയുടെ ചവിട്ടുപടി കയറുവാൻ മനസ്സിന്റെ ശുദ്ധത അനിവാര്യമാണ്. ബാഹ്യവും ആന്തരികവുമായ ശാരീരിക സുഖങ്ങളെ നിയന്ത്രിക്കുന്നത് നോമ്പിന്റെ വിശുദ്ധിയുടെ അടയാളങ്ങളാണ്. വിശപ്പുള്ളവന്റെ വേദന വിശപ്പില്ലാത്തവന് മനസ്സിലാകുന്നത് എങ്ങനെയാണ്? ചിന്തകളിലൂടെ ആ അവസ്ഥ ഉള്ളറിയുമ്പോൾ മാത്രമല്ല, മറിച്ച് യഥാർത്ഥ അനുഭവം കൂടി വേണം. ഇതിന് നമ്മുടെ അനിയന്ത്രിതമായ സുഖങ്ങളെ മാറ്റിവെച്ച് സൃഷ്ടാവിനെ ധ്യാനിക്കണം. നോമ്പ് ഒരു ജീവിതചര്യ കൂടിയാണ്. യഥാർത്ഥത്തിൽ നോമ്പിലൂടെ സാധ്യമാകുന്നതും ഇതാണ്. പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ നോമ്പിനോടനുബന്ധിച്ച് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാൻ നിയോഗിക്കപ്പെട്ട വിഷയം വാക്കുകളിലെ വചനപ്പെരുമ എന്നതാണ്. യേശുക്രിസ്തു വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 16 മുതൽ 20 വരെയുള്ള തിരുവചനത്തിൽ വളരെ ഗൗരവമുള്ള ഒരു സത്യമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. മനുഷ്യനെ അശുദ്ധനാക്കുന്നത് പുറത്തുനിന്ന് അകത്തേക്ക് പ്രവേശിക്കുന്നതല്ല, ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നവയാണ് മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. ഇത് നമ്മെ ഒരു പ്രധാന സത്യത്തിലേക്കാണ് നയിക്കുന്നത്: വാക്കുകളിലെ വചനപ്പെരുമ. വാക്കുകളുടെ ഉറവിടം ഹൃദയം. യേശു വ്യക്തമാക്കുന്നത് വായിലൂടെ പുറപ്പെടുന്ന വാക്കുകൾ ഹൃദയത്തിൽ നിന്നാണ് വരുന്നത് എന്നതാണ്. ദുഷ്ടചിന്തകൾ, കൊല, വ്യഭിചാരം, കള്ളസാക്ഷ്യം, ദൂഷണം ഇവയൊക്കെ ഹൃദയത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അതുകൊണ്ട് വാക്കുകൾ വെറും ശബ്ദമല്ല, അവ നമ്മുടെ ഉള്ളിലെ അവസ്ഥയുടെ പ്രതിഫലനമാണ്. വാക്കുകളുടെ ശക്തി. ഒരു വാക്ക് ഒരാളെ ഉയർത്താം, അതേ വാക്ക് ഒരാളെ തകർക്കുകയും ചെയ്യാം. നമ്മുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും സഭയിലും നാം പറയുന്ന വാക്കുകൾ സമാധാനമോ സംഘർഷമോ സൃഷ്ടിക്കാം. വചനപ്പെരുമ എന്നത് ശബ്ദത്തിന്റെ ഉയരമല്ല, മറിച്ച് വാക്കുകളുടെ ആത്മീയ ഭാരമാണ്. സത്യസന്ധത, സ്നേഹം, കരുണ ഇവയോടെ പറയുന്ന വാക്കുകൾ ദൈവികതയുടെ സുഗന്ധം പകരും. ഇന്നത്തെ സാഹചര്യത്തിൽ ലോകം വാക്കുകൾ ദുരുപയോഗം ചെയ്യുന്നു. സാമൂഹ്യ മാധ്യമങ്ങൾ നിന്ദ, അപവാദം, വ്യാജ വാർത്ത എന്നിവ നിറയുമ്പോൾ ക്രിസ്ത്യാനിയായ നമ്മൾ വേറിട്ട് നിൽക്കണം. നമ്മുടെ വാക്കുകളിൽ യേശുവിന്റെ സ്വഭാവം പ്രതിഫലിക്കണം. ഇന്ന് നാം നമ്മോട് തന്നെ ചോദിക്കണം: എന്റെ വാക്കുകൾ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നുവോ, അല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കുന്നുവോ? എന്റെ ഹൃദയം ശുദ്ധമാണോ? ഹൃദയം ശുദ്ധമായാൽ വാക്കുകളും ശുദ്ധമാകും. പ്രിയരെ, വാക്കുകളിലെ വചനപ്പെരുമ എന്നത് നമ്മുടെ ഹൃദയത്തിന്റെ വിശുദ്ധിയിലാണ് അടങ്ങിയിരിക്കുന്നത്. നമ്മുടെ വാക്കുകൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവയും മനുഷ്യരെ ഉയർത്തുന്നവയും ആകട്ടെ. യേശു പഠിപ്പിച്ചതുപോലെ പുറം ചടങ്ങുകളല്ല നമ്മെ വിശുദ്ധരാക്കുന്നത്, മറിച്ച് ശുദ്ധ ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന വാക്കുകളാണ്. ദൈവം നമ്മെ ശുദ്ധ ഹൃദയവും അനുഗ്രഹീത വാക്കുകളും ഉള്ളവരാക്കട്ടെ. സ്വന്തം ഭാരം കർത്താവിനോടൊപ്പം വഹിച്ചും മറ്റുള്ളവരുടെ ഭാരങ്ങൾ താങ്ങിയും ആത്മീയ ശക്തി പകരുന്ന വാക്കുകൾ പറഞ്ഞും ജീവിക്കുന്നവരുടെ ജീവിതത്തിന് എന്തൊരു മനോഹരതയാണ്. അതിന് നോമ്പ് നമ്മെ സഹായിക്കട്ടെ.